ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രീം കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ എഴുതി കണ്ട പോലെ 2/8 കരിമണിയും ലക്ഷ്മി ബാംഗിൾസുമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 2/4 ആണ് സൈസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2/8 നോക്കിയിട്ട് ഇതിലത്തെ ഏതെങ്കിലും സൈസ് മറ്റേ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിന് 2/4 ഉണ്ടോ ചോദിച്ചാൽ ഞാൻ അതനുസരിച്ച് പറയും. ഒരുവിധം എല്ലാതും 2/4, 6, 8 ഉണ്ടാവാറുണ്ട്. 2/2, 2/10 മാത്രമാണ് റയർ ആയിട്ടുള്ള സൈസ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇന്നിപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത് കരിമണിയാണ്. അത് ഗോൾഡ് പ്ലേറ്റഡ് ആണ്, ആൻറ്റിക്കല്ല. അപ്പോൾ ഞാനത് തിരിച്ച് പറയാൻ കാരണം നിങ്ങൾക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ സെൻഡ് ചെയ്യുക. അപ്പോൾ ഇനി ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ലക്ഷ്മി വളകളാണ്. മുമ്പും ഞാൻ കാണിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് ഇത് കൂടെ ആഡ് ചെയ്തു എന്നുള്ളൂ. കാരണം അല്ലെങ്കിൽ വളരെ ചെറിയൊരു വീഡിയോ ആയിപ്പോവും. അപ്പോൾ കരിമണിയും ലക്ഷ്മിയും കൂടി ആകുമ്പോൾ അഥവാ ലക്ഷ്മി ബാംഗിൾസ് കാണാത്തവർക്ക് ഇത് കാണുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഏതാണോ ഇഷ്ടം അതനുസരിച്ച് എനിക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ വീണ്ടും പറയുന്നു, ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇപ്പോൾ വള നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യം മാലയാണെങ്കിൽ പോലും ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. അതുപോലെ കുറേ പേര് ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു പ്രോഡക്റ്റിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇപ്പോൾ കൊറിയർ ചാർജും കാര്യങ്ങളൊക്കെ പറയും നമ്മൾ. അപ്പോൾ കേരളത്തിനകത്താണെങ്കിൽ 50, പുറത്താണെങ്കിൽ 100, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. മാക്സിമം പോസ്റ്റ് വഴിയാണ് നമ്മൾ സെൻഡ് ചെയ്യുക. കാരണം പോസ്റ്റൽ വഴിയാകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്തും. കൊറിയർ ആകുമ്പോൾ മിക്കവാറും നമ്മൾ പോയി കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ അധിക ഭാഗം പോസ്റ്റാണ് ചെയ്യണത് കേട്ടോ. പിന്നെ അധികം പ്രോഡക്റ്റ്സ് ഉള്ളത് നിങ്ങളുടെ ആവശ്യപ്രകാരം നമ്മൾ DTDC ആവും, ഏത് കൊറിയറാണെന്ന് വെച്ചാൽ അതനുസരിച്ച് സെൻഡ് ചെയ്യുകയും തരും. അപ്പോൾ ഇനി നമുക്ക് വളകളിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് നമ്മളുടെ ഒരുവിധം എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു വളയാണ്. അത്യാവശ്യം വീതിയുണ്ട്. ഇതാകുമ്പോൾ ഒരെണ്ണം ഇട്ടാൽ മതി. ഉള്ളിൽ ഫുൾ ഗോൾഡ് പ്ലെയിൻ ആണ് കേട്ടോ. ഞാനത് ഉള്ളിൽ കാണിക്കാൻ മറന്നുപോയി തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക പാറ്റേണാണ്. ഇങ്ങനെ 2 എണ്ണം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെയുള്ളത്. അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും സാരി കൊളുത്ത് വലിക്കുമെന്ന്. ഒരിക്കലുമില്ല. അങ്ങനെ ഒരു കൊളുത്ത് വലി ഒന്നുമില്ലാത്ത നല്ലൊരു പാറ്റേൺ വളയാണ് കേട്ടോ അത്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത സംഭവം എങ്ങനെ, ഇത് കയറ് പിരീമിയാണ്, നല്ല അടുത്തുള്ള കയറ് പിരീമിയാണ് വരുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 2 വരി ബ്ലാക്ക് കറുത്ത കൊച്ചു സ്റ്റോൺസാണ് കേട്ടോ. ക്രിസ്റ്റൽ, നല്ല സ്റ്റോൺസ്, ക്രിസ്റ്റലല്ല സ്റ്റോണാണ്, നല്ല ഭംഗിയുള്ള സ്റ്റോണാണ്. ഇത് ബ്ലാക്കും റൂബിയും കൂടിയിട്ടുള്ള മിക്സ്. അപ്പോൾ ഇത് തന്നെ വളയും വരുന്നുണ്ട്. അപ്പോൾ മാലയും വരുന്നുണ്ട് കേട്ടോ. കണ്ടമാനം പേര് അങ്ങനെ സെറ്റായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ വള. ഇത് നേരിയതാണ്. ഓരോന്നിട്ടാൽ എത്രത്തോളം ഭംഗി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കൊണ്ടുപോകുന്നവരൊക്കെ ഓരോന്നൊക്കെയാണ് കൊണ്ടുപോകണത് കേട്ടോ. ചിലർ 2 എണ്ണം കൊണ്ടുപോകും, ചിലർ 1 എണ്ണം. ഇതും ബ്ലാക്കും റൂബിയും കൂടിയുള്ള കോമ്പിനേഷനാണ്. അത് വളരെ എന്താ പറയുക, റയറായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ബ്ലാക്കും റൂബിയും. പക്ഷേ അത് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അത്. അപ്പോൾ അതാണ് ഈ സംഭവം. അടുത്തതും അത് തന്നെ, ബ്ലാക്കും റൂബിയും, കുറച്ചും കൂടി വീതിയുള്ള പാറ്റേൺ. 1 എണ്ണം ഇട്ടാൽ അവിടെ കിടന്നുള്ളൂ. നല്ല കനമുള്ള വളയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ കല്ലുകളൊന്നും പെട്ടെന്ന് പോവില്ല. പിന്നെ കുറേ പേർക്കൊരു സംശയമുണ്ട് സാരിയുമ പിടിക്കുമെന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ. ഒക്കെ ഇങ്ങനെ AD സ്റ്റോൺസാണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള ടൈപ്പാണ്. പിന്നെ ഇത് നമ്മുടെ ലക്ഷ്മിയുടെ വള, സാധാരണ ലക്ഷ്മി വളയാണ്, നോർമൽ സൈസ് വളയാണ്. ഇത് കല്ലായിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ 2 സൈസ് വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളതും പിന്നെ ഒരു ചെറുതും. കണ്ടോ, ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വ്യത്യാസം മനസ്സിലാവില്ലെങ്കിലും നമുക്കത് കുറച്ച് സൈസ് വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇതും നോർമൽ ലക്ഷ്മി വളയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറയാറുള്ള പോലെ നോർമൽ വളകൾക്ക് കല്ലില്ലാത്തതിന് കല്ലുള്ള വളകളേക്കാൾ കുറവാണ് കേട്ടോ വില. അപ്പോൾ ഇത് നമ്മളുടെ ഗ്രീൻ മറ്റേ ട്രഡീഷണലിൽ പെടുത്താവുന്ന വളയാണ്. ലക്ഷ്മിയും ട്രഡീഷണൽ. അപ്പോൾ ഇതിൻ്റെ തന്നെ ലോക്കറ്റ് ഉണ്ട്, കമ്മലുണ്ട്, പിന്നെ മോതിരമുണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇത് കട്ടിയുള്ള ടൈപ്പ് ലക്ഷ്മി വളയാണ്. ഇതുമേ സ്റ്റോൺസ് ഇല്ല, പക്ഷേ സ്റ്റോണുള്ള ടൈപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് സ്റ്റോണുള്ളതും സ്റ്റോൺ ഇല്ലാത്തതും. കണ്ടോ, ഭയങ്കര കനാണ് കേട്ടോ. അപ്പോൾ ഇത് ചിലർ കല്യാണ പെണ്ണുങ്ങൾക്ക് അപ്പുറം ഇടാനായിട്ട് കൊണ്ടുപോകാറുണ്ട്. ഇടയിൽ നിറച്ച് ഇതായിട്ട് ചിലർ അഷ്ടലക്ഷ്മിയെ കൊണ്ടുപോകാറ്. ഇത് ഈ പറഞ്ഞ പോലെ വൈറ്റ് സ്റ്റോൺസും ലക്ഷ്മിയും കൂടി ഉള്ളതാണ്, കോയിനായിട്ടുള്ളത്. ഇത് തന്നെ ജിമിക്കുണ്ട്, ഇതിൻ്റെ ജിമിക്കുണ്ട്, പിന്നെ നെക്ലസും ഉണ്ട് കേട്ടോ. ഹെവി ആയിട്ടുള്ള നെക്ലസും ഉണ്ട്.
അപ്പോൾ ഇത്രയ്ക്ക് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം കൂടുതൽ കണ്ട് ബോറടിക്കേണ്ട, നിങ്ങൾക്കും ആശയക്കുഴപ്പം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായത് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ബൈ.